തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ പൊതുചർച്ചയ്ക്ക് തുടക്കമായി. പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലുമാണ് പൊതുചർച്ച. കേരളത്തിൽ നിന്ന് KK രാഗേഷാണ് ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുക. വൈകിട്ട് ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുക്കും. മധുരയിലെ CPIM പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ആർ ശ്രീത്തും ദീപക് ധർമ്മടവും ചേരുന്നു. ശ്രീത്തിലേക്ക് ആദ്യം ആർ ശ്രീത്ത്, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ദുർബലാവസ്ഥ തുറന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ വളരെ വിശാലമായ ഒരു പൊതുചർച്ച ഈ റിപ്പോർട്ടിലടക്കം ഇപ്പോൾ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാമോ ശ്രീ പാർട്ടി കോൺഗ്രസ് വേദിയിൽ? ഹാഷ്മി, കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ചർച്ച നാളെ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിൽക്കും. അതായത് ഏതാണ്ട് 11-12 മണിക്കൂർ ചർച്ചയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലും ഒപ്പം തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ദുർബലാവസ്ഥ, പാർട്ടിയുടെ മുന്നോട്ട് പോക്കിലുള്ള തടസ്സങ്ങൾ ഒക്കെ തലനാരിഴയിൽ പരിശോധിക്കുന്ന ചർച്ചകൾ നടക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമാനം മത്സരിച്ച CPIM-ന് വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെ സ്വതന്ത്ര ശക്തിയായി വളർത്തണമെന്ന ആവശ്യവും ഈ ചർച്ചയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഈ കരട് രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ പോലും അതിന് സഹായകമായ നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നില്ല എന്ന വിമർശനം പല ഘടകങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളും ഈ സംസ്ഥാന ഘടകങ്ങളിൽ നിന്ന് പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതികൾ ഉയർത്തും. അക്ഷരമാല ക്രമത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളെയും ഈ പൊതുചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യം KK രാഗേഷ് ആയിരിക്കും സംസാരിക്കുന്നത്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ കേരളത്തിൽ നിന്ന് 46 മിനിറ്റ് സമയമാണ് കേരളത്തിനുള്ളത്. അതിൽ 5 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ഡോക്ടർ TN സീമ, ഒപ്പം തന്നെ മന്ത്രി MB രാജേഷ്, ജെയ്ക് സി തോമസ്, കൊച്ചി മേയർ M അനിൽകുമാർ എന്നിവരടക്കം 5 പേരാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിൽ ആദ്യം സംസാരിക്കുന്നത് KK രാഗേഷാണ്. ഈ CPIM-ലെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട അസംതൃപ്തികൾ നേരത്തെ തന്നെ ഇപ്പം ജി സുധാകരനെ പോലെയുള്ളവർ തുറന്നു പറഞ്ഞതുമാണ്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഇപ്പോൾ തുടരുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും ശ്രീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ അതൃപ്തി ഉയരുന്നുണ്ട്. അപ്പോൾ പ്രായപരിധി മാനദണ്ഡം എടുത്ത് കളയുക എന്നൊരാവശ്യം പാർട്ടി കോൺഗ്രസിലേക്ക് ഒഫീഷ്യലി വരാനിടയുണ്ടോ ശ്രീത്ത്? ഹാഷ്മി, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണ്? സംസ്ഥാന ഘടകങ്ങളിൽ നിന്ന് പ്രായപരിധി നിബന്ധനയ്ക്കെതിരെ ഒരു ശക്തമായ നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഇന്നലെ നടന്ന കേരളത്തിൻ്റെ ഗ്രൂപ്പ് ചർച്ചയിലാണ്. കേരളത്തിൽ നിന്ന് 175 പ്രതിനിധികളാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ഇത് ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായി ഇന്നലെ വൈകുന്നേരം ഗ്രൂപ്പ് ചർച്ച നടന്നിരുന്നു. ഈ ഗ്രൂപ്പ് ചർച്ചയിൽ 4 നേതാക്കൾ പ്രായപരിധി മാനദണ്ഡത്തിൽ നിന്ന് ഇളവുകൾ വേണം, അക്കാര്യത്തിൽ ആ പ്രായപരിധി മാനദണ്ഡം എന്ന നിബന്ധന നീക്കണമെന്ന നിർദ്ദേശം ആവശ്യം മുന്നോട്ട് വെച്ചു. നേതൃ പദവികളിൽ അംഗമായിരിക്കുന്നതിന് പ്രായം മാത്രമാകരുത് മാനദണ്ഡം, മറിച്ച് അവരുടെ പ്രവർത്തനശേഷിയും ഊർജ്ജസ്വലതയും കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവുമൊക്കെ ആയിരിക്കണം പ്രായം.